നല്ല രുചിയുള്ള വഴുതനങ്ങ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലെ 4 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ രീതിയിൽ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങയുടെ കറയൊക്കെ ഒന്ന് പോയി കിട്ടണം. നല്ലതുപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തിരുമ്മി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടിയിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വെളുത്തുള്ളി വേണമെങ്കിലും ഇടാം. ഇനി ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറയെ ചതച്ച മുളക്, അധികം എരിവില്ലാത്ത മുളകാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഈ പൊടികളൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന വഴുതനങ്ങ ഇതുപോലെ ഞെക്കി അതിലെ വെള്ളമെല്ലാം കളയാം. എന്നിട്ട് വഴുതനങ്ങ ഇട്ട ശേഷം തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വഴുതനങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഒരാവി കയറുമ്പോൾ തന്നെ വഴുതനങ്ങ നല്ലതുപോലെ വെന്ത് വരും. ഇപ്പോൾ വഴുതനങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഇതിൽ ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ വഴുതനങ്ങയിൽ ഉപ്പ് തിരുമ്പി വെച്ചതുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഒരല്പം ഉപ്പ് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ലതുപോലെ ഉതിർന്ന് കിടക്കുന്ന വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഈ രീതിയിൽ ഉണ്ടാക്കും.